എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറത്ത് നിന്നും രാജേഷ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, സനാതനധർമ്മം ഈയിടെയായിട്ട് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രൂപത്തിൽ പ്രചരിക്കുകയാണ്. സനാതനധർമ്മം അശ്ലീലമാണെന്നും അതിനെ ഇല്ലായ്മ ചെയ്യണമെന്നുമുള്ള വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും കേൾക്കുന്നു. സത്യത്തിൽ എന്താണ് സനാതനധർമ്മം? ഈ പറയുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനല്ല, എന്നെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. വിശദമായി ഒന്ന് പറഞ്ഞു തരാമോ? ഇവിടെ ഏത് വിഷയമെടുത്താലും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. ഉറങ്ങുന്നവരും ഉറക്കം നടിക്കുന്നവരും. ഉറങ്ങുന്നവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അറിയാത്തവരെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാം. പക്ഷെ അറിഞ്ഞിട്ടും ഞാൻ ഇന്നതേ ചെയ്യൂ എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് ഒരു രക്ഷയില്ല. അവരെ ഒന്നും ചെയ്യാൻ നമുക്ക് നിവൃത്തിയില്ല. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് വല്ല അനുഭവവും ഉണ്ടാകണം എന്നാൽ തിരിയും. അപ്പോൾ ഈ ഉറക്കം നടിക്കുന്നവർ, അതായത് സനാതനധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിന് എതിരായിട്ട് പറയുന്നവര് രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒക്കെ ഒരു പിൻബലമുണ്ടായിരിക്കും. അതൊരു ഉപകരണം ആയിരിക്കും. ഇവിടെ സനാതനധർമ്മം എന്ന് പറഞ്ഞ പദത്തിന് രണ്ട് പദങ്ങളാണുള്ളത്. ഒന്ന് സനാതനം, രണ്ട് വാക്കുകളാണുള്ളത്. ഒന്ന് സനാതനം, മറ്റൊന്ന് ധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, ശാശ്വതമായിട്ടുള്ളത് എന്നർത്ഥം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നിനെ അതായി നിലനിർത്തുന്നത് എന്തോ അത് ധർമ്മം. അതായത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പൊ സൂര്യന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശവും ചൂടും കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് വളരെയധികം ഗുണമുണ്ട്. അത് ശാശ്വതമായൊരു ധർമ്മമാണ്. സൂര്യൻ ഇന്നേ വരെ അത് ഒഴിവാക്കിയിട്ടില്ല. അതേമാതിരി ഭൂമിയെ ഭൂമിയായിട്ട് നിലനിർത്തുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഇവിടെയുണ്ട്. കാർഷിക വൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഫലം കിട്ടുന്നു. മാത്രമല്ല നിരവധി ധാതുക്കൾ ഭൂമിയിലുണ്ട്. നമുക്കറിയാം, പെട്രോള്, സ്വർണം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്തിട്ടാണ്. അതിൻ്റെ പ്രാഥമിക രൂപം ഖനനം ചെയ്തെടുക്കുന്നു, പിന്നെ അത് ശുദ്ധീകരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള നിരവധി ധാതുക്കൾ നിറഞ്ഞ ധാതു സമ്പുഷ്ടമാണ് ഭൂമി. മാത്രവുമല്ല ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഇങ്ങനെ സൂര്യൻ്റെയും ഭൂമിയുടെയും ബന്ധം നിമിത്തം ഈ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടല്ലോ സൂര്യനെ, അത് നിമിത്തം ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. ദിനരാത്രങ്ങൾ പക്ഷങ്ങളായി മാറുന്നു. പക്ഷങ്ങൾ മാസങ്ങളാകുന്നു. മാസങ്ങൾ പിന്നെ അയനങ്ങളാകുന്നു. പിന്നെ വർഷങ്ങളാകുന്നു. പിന്നെ പരാന്തകാലമാകുന്നു. ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു. സനാതനമായി ശാശ്വതമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ധർമ്മവുമാണ്. അപ്പൊ പഞ്ചഭൂതങ്ങളെല്ലാം, ഇപ്പൊ രണ്ടുദാഹരണം ഞാൻ പറഞ്ഞു മാത്രം. സൂര്യൻ എന്ന് പറഞ്ഞാൽ അഗ്നി തന്നെയാണല്ലോ. അഗ്നിയെയും ഭൂമിയെയും കുറിച്ച് പറഞ്ഞു. വായു, ആകാശം, എല്ലാം, ജലം ഒക്കെ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവികൾക്കും, വൃക്ഷങ്ങൾക്കും, സസ്യലതാദികൾക്കും ഒന്നും ഇവിടെ ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ അവരുടെ ധർമ്മം, സനാതനമായ ധർമ്മം തുടരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതിൽ നിന്ന് ശാസ്ത്രം ഉദ്ഭവിക്കുന്നു. മനുഷ്യ ശരീരം പഞ്ചഭൂതാത്മകമാണ്. മനുഷ്യ ശരീരം മാത്രമല്ല, എല്ലാ ജീവികളുടെ ശരീരവും. പക്ഷെ നമ്മളിവിടെ മനുഷ്യനെ പറ്റി പറയാം. പഞ്ചഭൂതാത്മകമാണ്. അതാണ് പഞ്ചഭൂതങ്ങളും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം. ഈ ശരീരം, ഇത് മണ്ണാണ്. മറവ് ചെയ്തു കഴിഞ്ഞാൽ അധികം താമസിയാതെ അത് മണ്ണിൽ ലയിച്ചു പോകും. പിന്നെ ജഠരാഗ്നിയായിട്ട്, ദഹന സ്വഭാവിയായിട്ട് അഗ്നി നമ്മുടെ ശരീരത്തിലുണ്ട്.
ജലമായിട്ട്, മൂത്രമായിട്ടും കഫമായിട്ടും രക്തമായിട്ടും ശുക്ലമായിട്ടും ഒക്കെ ജലം നമ്മുടെ ശരീരത്തിലുണ്ട്. പ്രാണങ്ങളായിട്ട് പഞ്ചപ്രാണങ്ങളുണ്ട്, പിന്നെ പഞ്ച ഉപപ്രാണങ്ങളുണ്ട്. ഈ രൂപത്തിൽ വായു നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നെ ആകാശം, ചിന്തയ്ക്ക് പരിധിയില്ല, ആകാശത്തിനും പരിധിയില്ല. അപ്പോൾ നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. മനുഷ്യൻ എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്, ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിന് വ്യതിയാനം വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗസ്തപോ ദമം ദാനം സത്യം ശൗചം ദയാ ശ്രുതം വിദ്യ വിജ്ഞാനമാസ്തിക്യമേ തദ്ബ്രാഹ്മണ ലക്ഷണ. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മറ്റൊരു പദമാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാർക്കും മറ്റ് മതക്കാർക്കുമെല്ലാം സവർണനാണ്, നമ്പൂതിരിയാണ്, പൂജാരിയാണ്, ഇതൊക്കെയാണ് സങ്കല്പം. എന്നാൽ നമ്മുടെ ഒരു ഗ്രന്ഥങ്ങളിലും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സവർണനാണെന്നോ നമ്പൂതിരിയാണെന്നോ അയ്യരാണെന്നോ പൂജാരിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 10 ഗുണങ്ങൾ യോഗസ്തപോ ദമം ദാനം സത്യം ശൗചം ദയാ ശ്രുതം വിദ്യ വിജ്ഞാനം, ഈ 10 ഗുണങ്ങൾ ആർക്കുണ്ടോ അവൻ ബ്രാഹ്മണനാണ്. അത് രാമൻ നമ്പൂതിരിയായാലും ശരി, രാമൻ നായരായാലും ശരി, രാമൻ ഈഴവനായാലും ശരി, രാമൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടതായാലും ശരി, രാമൻ പട്ടികവർഗത്തിൽപ്പെട്ടവനായാലും ശരി, ഏത് കുലത്തിൽ ജനിച്ചാലും ഈ 10 ഗുണങ്ങളുണ്ടോ അവൻ ബ്രാഹ്മണനാണ്. ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. പക്ഷേ ഇന്ന് എല്ലാവരും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ജാതി, അല്ലെങ്കിൽ സവർണൻ, അല്ലെങ്കിൽ നമ്പൂതിരി, അയ്യര് മുതലായവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ളവരൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സംഗതികൾ. അപ്പോൾ ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കേണ്ട ആവശ്യമായ ചില വസ്തുതകളുണ്ട്. അത് ശാശ്വതമാണ്. ആ വസ്തുതകളിലേക്ക് എത്താൻ വേണ്ടി ചില ആചാരങ്ങളുമുണ്ട്. ആ ആചാരം വഴിയാണ് എത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സത്യം, ധർമ്മം, ന്യായം, യുക്തി, ശാസ്ത്രം, ഈ 5 ഘടകങ്ങൾ വേണം ഒരു മനുഷ്യന്. പിന്നെ ദയ, കാരുണ്യം, ദാനങ്ങൾ, ഇതൊക്കെ അതിൽ പെടും. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യണം. ദാനം ചെയ്യുമ്പോൾ പാത്രം അറിഞ്ഞേ ദാനം ചെയ്യാവൂ എന്നുമുണ്ട്. സത്യം പറയുമ്പോൾ സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം എന്നും ഉണ്ട്. പിന്നെ പ്രതീക്ഷകൾ, നിഷ്കാമമായിട്ടുള്ള കർമ്മം ചെയ്യുക, അതാണ് ഭാരതീയ സനാതനധർമ്മം. അതായത് ഒന്നും ഫലം ഇച്ഛിക്കാതെ. അപ്പൊ സാധാരണ ചോദിക്കും, ഫലം ഇച്ഛിക്കാതെ പിന്നെ എന്തിനാണ് ധർമ്മം ചെയ്യുന്നത്? ഫലം ഇച്ഛിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനാകാം. ഞാൻ പഠിക്കുന്നു, എനിക്ക് നല്ല മാർക്ക് കിട്ടണം പരീക്ഷയിൽ എന്ന് പ്രതീക്ഷിക്കാം, അതിന് കുഴപ്പമില്ല. അത് ജീവിതത്തിന് ആവശ്യമാണ്. മനസ്സിലായോ? പക്ഷേ ഒരു ജോലി വേണം, ആ പ്രതീക്ഷ ആവശ്യമാണ്. പക്ഷേ എനിക്ക് അനർഹമായുള്ള പലതും സമ്പാദിക്കണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അവിടെ അധർമ്മം വരുന്നു. ഒരാൾക്കൊരു ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം കൊണ്ട് ജീവിക്കാൻ, അതിനനുസരിച്ച് ജീവിക്കണം. ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ കൈക്കൂലി വാങ്ങുവാനോ മറ്റു പല രീതികളിലും ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് സൈഡ് ബിസിനസ് വല്ലതും ചെയ്യുന്നു. ഇങ്ങനെ പണം അനധികൃതമായിട്ട് സമ്പാദിക്കുമ്പോൾ അവിടെ അധർമ്മം വരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്മ എന്തോ അത് പ്രകടിപ്പിക്കുക, അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതാണ് സൂര്യനും ചെയ്യുന്നത്, ഭൂമിയും ചെയ്യുന്നത്, പഞ്ചഭൂതങ്ങളെല്ലാം ചെയ്യുന്നത്. എന്താണ്? അവരവരുടെ ഉണ്മ പ്രകടിപ്പിക്കുക. അവരെ വായുവിനെ വായുവായി നിലനിർത്തുവാൻ ആവശ്യമുള്ള ഘടകങ്ങൾ വായുവിനുണ്ട്, ഭൂമിയായി നിലനിർത്തുവാനുള്ള ഘടകങ്ങളുണ്ട്. ഇതൊക്കെ അവർ ചെയ്തു കൊണ്ടുപോകുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ പലതും മനസ്സിലാക്കാനുണ്ട്, പഠിക്കുവാനുണ്ട് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന്. എന്നിട്ടാണ് നമ്മുടെ ആചാരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഒരു വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ പഠിക്ക്. എന്തിനു പഠിക്കുന്നു? അറിവ് നേടുവാൻ. എന്നിട്ടെന്ത് കാര്യം? ആ അറിവിനനുസരിച്ച് ജോലി നേടുവാൻ. എന്നിട്ടെന്ത് കാര്യം? ജീവിക്കണം. അത് ന്യായം. അതവരെത്തി ജീവിക്കുവാൻ വേണ്ടി. ഇനി ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണ്? പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ പുതിയ ധർമ്മങ്ങൾ നമുക്ക് വന്നു ചേരുന്നു. വിവാഹം കഴിക്കുമ്പോൾ പുരുഷനാണെങ്കിൽ ഭർത്തൃധർമ്മം വരുന്നു. അപ്പം അതിനു മുമ്പ് പുത്രധർമ്മമുണ്ട്. നമ്മളെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളെ നോക്കി ശുശ്രൂഷിക്കണം, അതുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ഭർത്തൃധർമ്മം വരുന്നു. സ്ത്രീയാണെങ്കിൽ പത്നിധർമ്മം വരുന്നു. അതെന്താണ് എന്നുള്ളത് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മക്കളുണ്ടാകുമ്പോൾ പിതൃധർമ്മം നമുക്ക് വരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ചില വിശ്വാസ പ്രമാണങ്ങൾ വരുന്നു. ഭക്തി. എന്തിനാണ് ഭക്തി? ചിലർ ചോദിക്കും, നമ്മളെ കർമ്മം ചെയ്താൽ പോരെ, പിന്നെ അതിനെന്തിനാ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കർമ്മം ചെയ്യണം, യജ്ഞമായി ചെയ്യണം എന്നാണ് പറയുന്നത്, ഈശ്വരാർപ്പിതമായിട്ട്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല, ഏകമാണ്. ഇതാണ് ഭാരതീയ സനാതന ധർമ്മവിശ്വാസം. ഹിന്ദുക്കൾക്ക് അനേകം ദൈവങ്ങളൊന്നുമില്ല, ദേവതമാർ നിരവധി ഉണ്ടായിരിക്കും. പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതിനെ അംഗീകരിച്ചുകൊണ്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന തത്വത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ ആചാരങ്ങളും. അതിൽപ്പെട്ടതാണ് നവവിധ ഭക്തികൾ. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ 9 വിധത്തിലുള്ള ഭക്തിയുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ. അപ്പൊ ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വിധിയുണ്ട്. എല്ലാറ്റിൻ്റെ ഒരു വിധിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിധിയൊക്കെ? നമ്മുടെ മനസ്സിനെ ഏകീകരിച്ച് ധർമ്മത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനുള്ള പാതയൊരുക്കുകയാണ് ഈ ആചാരങ്ങളിലൂടെ. മനസ്സിന് ശുദ്ധി വേണം. ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ പോവാം. അവിടെ ദേവനാണ് ഇരിക്കുന്നത്. ഈ ദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരന്റെ പ്രതിരൂപമായിട്ട്. എന്ന് വെച്ചാൽ ഈശ്വരന് എന്തെല്ലാം ഗുണഗണങ്ങളുണ്ടോ ആ ഗുണഗണങ്ങളെയൊക്കെ ആധാരമാക്കിയിട്ട് ഒരു സങ്കല്പം. ഉദാഹരണത്തിന് ഈശ്വരന്റെ ഗുണഗണങ്ങളിൽ ഒന്നാണ് വിദ്യ. ഇപ്പൊ വിദ്യയെ ഉപാസിക്കുന്നു, അതിനൊരു ദേവതാ സങ്കല്പം, അതാണ് സരസ്വതി. പിന്നെ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് വിഘ്നങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് വിഘ്നങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി വിഘ്നേശ്വര രൂപത്തിൽ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഗീത പറയുന്നു, ഏത് ദേവനെ പ്രാർത്ഥിച്ചാലും ഫലം നൽകുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നിൻ്റെ വിവിധ ഭാവങ്ങളാണ് എല്ലാം. ഇത്രയും വിശാലമായ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ആചാരങ്ങൾ. ആചാരങ്ങളിൽ മാറ്റാവുന്നതുണ്ട്, മാറ്റാൻ പറ്റാത്തതുമുണ്ട്. പിന്നെ എന്തിനു വേണ്ടി മാറ്റുന്നു എന്നൊരു ചോദ്യവും അവിടെ കിടക്കുന്നു. ദുരാചാരങ്ങൾ ഉണ്ടായിരിക്കും, അത് മാറ്റണം. ആർക്കും ദോഷമില്ലാത്ത ഒരാചാരം, എനിക്കും ദോഷമില്ല, നിങ്ങൾക്കും ദോഷമില്ല, സമൂഹത്തിനൊന്നും ദോഷമില്ലാത്ത ആചാരം മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യവും അവിടെ നിൽക്കുന്നു. അതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള ഈ കുപ്പായം ധരിച്ച് ക്ഷേത്രത്തിൽ കയറണം അല്ലെങ്കിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞത്. കുപ്പായം ധരിക്കുന്നത് കൊണ്ട് ആർക്കും എന്താ കുഴപ്പം? അത് ഊരിപ്പോകുന്നത് കൊണ്ട്. പണ്ട് കാലങ്ങളിൽ കുപ്പായമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലക്കുളത്തിൽ കുളിക്കും, കുളി കഴിഞ്ഞിങ്ങോട്ട് കയറും, ക്ഷേത്ര ദർശനം നടത്തും, തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ കാലക്രമത്തിൽ എല്ലാവരും കുപ്പായം ധരിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ അത് ഉപയോഗിച്ചിട്ട് വേണമെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. പലരും പറയും കുപ്പായം ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ വരാമൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ധാരാളം പേർ ക്ഷേത്രത്തിലേക്ക് വരും. എന്തിന്? ക്ഷേത്ര ദർശനം ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയോ അതോ ക്ഷേത്രത്തിന് വേണ്ടിയോ? നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ഞാൻ പോകുന്നു. കുളിക്കുന്നു, ശുഭ്രമായ വസ്ത്രമെടുക്കുന്നു,
എന്നിട്ട് ഒരു ഷാള് പുതയ്ക്കുന്നു, അമ്പലത്തിലേക്ക് പോകുന്നു. അതിനെന്താ കുഴപ്പം? കുപ്പായം തന്നെ ഇടണം എന്താ അത്ര നിർബന്ധം ഇല്ലേ? അപ്പൊ ആ ആചാരങ്ങളെ അനുസരിച്ചു കൊണ്ട് പോകാൻ കഴിവുള്ളവൻ പോയാൽ മതി. ക്ഷേത്ര ദർശനം നിർബന്ധമല്ല. ഒന്ന്. രണ്ടാമത്, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് എവിടെ പോവുക? നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള ക്ഷേത്രങ്ങളിൽ അവിടെയല്ലേ പോവുക. അവിടെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പോകുന്ന നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് വരും. വളരെ കുറച്ച് ആൾക്കാരൊക്കെ വരുള്ളൂ. പിന്നെ പ്രത്യേക ചില സന്ദർഭങ്ങളിലാണ് ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുന്നത്. അപ്പം തിരക്കുണ്ടായിരിക്കും. എന്താണോ അവിടുത്തെ ആചാരം അതനുസരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ധിക്കാരപരമായിട്ട് അത് മാറ്റണം. ഈ മാറ്റണം എന്ന് പറയുന്നവരാരാണ്? ഈ മാറ്റണം എന്ന് പറയുന്നവർ സ്വാമിജിമാരാ പറയുന്നത്. അവർ കുപ്പായിട്ട് പോവോ? ഒന്നാമത് ക്ഷേത്രവിധി ഇല്ല. ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ഷേത്ര ദർശന വിധി സ്വാമിജിമാർക്കില്ല എന്നുള്ളതാണ്. പ്രഭാഷണത്തിന് പോകുമായിരിക്കും, അത് പുറത്തൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊന്നും അങ്ങനെ ഇടപെടേണ്ട ആവശ്യവുമില്ല. മനസ്സിലായോ? എങ്ങനെയായാലും ശുദ്ധിയോടുകൂടി പോകണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ കുളി കഴിഞ്ഞ് ശുഭ്രമായ വസ്ത്രമുടുത്ത് ഒരു മേലെ ഒരു ഷാളൊക്കെ ധരിച്ചിട്ട് അങ്ങോട്ട് പോവുക. അതാണ്. പലരും ചിലർ കുമ്പ കാട്ടിയിട്ടാണ് പോകുന്നത്. ചിലവരുടെ ശരീരം കാണും. ശരീരം കാണാനാണോ നമ്മൾ പോകുന്നത്? ആരാതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഈ പോയി അനുഭവമില്ലാത്തവരതൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സ്ഥലത്തെ ആചാരം എന്തോ അതങ്ങ് അനുസരിക്കുക, അത്രയേ ഉള്ളൂ. സംഭവം മുതൽ ഇതൊരു കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സുകുമാരൻ നായർ പറഞ്ഞില്ലേ, ക്ഷേത്രം ധരിച്ചു പോകേണ്ട ക്ഷേത്രമാണെങ്കിൽ അവിടെ അങ്ങനെ പോവുക, അല്ലാത്തടത്തിൽ അത് അങ്ങനെ പോവുക. എന്താ അത്ര പ്രശ്നം? ഇതാണ്. അപ്പം ഈ ആചാരങ്ങളൊക്കെ വരുന്നത് എന്താണ്? നമ്മുടെ സനാതനധർമ്മം ശരിയായ രൂപത്തിൽ അനുഷ്ഠിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ക്ഷേത്രത്തിൽ വെച്ച് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നു. എന്തിനാ? അത് വീട്ടിൽ വെച്ച് കൊടുത്താൽ മതി. പക്ഷെ നമുക്കൊന്ന് ദേവന്റെ മുന്നിൽ വെച്ചിട്ട്, ഈശ്വര സന്നിധിയിൽ വെച്ചിട്ട് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിന് സമാധാനം. അങ്ങനെ ചെയ്യട്ടെ. നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുമ്പോഴേ നമുക്ക് നമ്മുടെ ധർമ്മം ശരിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിലവർ പറയും, പരീക്ഷയുടെ തലേ ദിവസം ഇവൻ അമ്പലത്തിൽ പോകും, അതവരെ വരില്ല എന്ന് കരുതിയിട്ട് അവന് ഈശ്വര വിശ്വാസം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് പോകുന്നു, അതെ. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഞാൻ എന്ത് എഴുതി വെച്ചാലും ഞാൻ പാസ്സാകണമേ എന്നല്ല. അത് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? പഠിക്കുക, നിഷ്കാമമായി ഈശ്വരാർപ്പിതമായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈശ്വരനൊന്ന് പ്രാർത്ഥിക്കുക. അമ്പലത്തിലോ പോയിട്ട് വഴിപാടുകളൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ സമാധാനത്തിന്. എനിക്ക് സമാധാനമുണ്ടെങ്കിലേ, സന്തോഷവും ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ കർമ്മം സുഖമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റൂ. ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ പറ്റൂ. ഈ ആത്മവിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്നതാണ് ഈ വഴിപാടുകളൊക്കെ. അല്ലേ? ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇന്നത് ചെയ്യാം, വഴിപാട് നേർച്ച നേർന്നു. എന്തിനു വേണ്ടിയിട്ടാണത്? അതങ്ങനെ ചെയ്യണം. അപ്പം നമുക്കൊരു സമാധാനം. അപ്പം തികച്ചും മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. ഇതിലെവിടെ അശ്ലീലം? ഇതെന്തിനാ നിരോധിക്കുന്നത്? പിന്നെ സവർണ മേധാവിത്വമാണ്. എന്ത് സവർണ മേധാവിത്വം? എനിക്ക് മനസ്സിലാകുന്നില്ല. ചരിത്രത്തിൽ തന്നെ പറയുന്നു, കൃതയുഗം ബ്രാഹ്മണയുഗം, ത്രേതായുഗം ക്ഷത്രിയയുഗം, ദ്വാപരയുഗം വൈശ്യയുഗം, കലിയുഗം ശൂദ്രയുഗം. ഈ ശൂദ്രൻ എന്നുള്ള താഴ്ന്ന ജാതി എന്ന അർത്ഥത്തിലല്ല, അജ്ഞാനം. ഈ സനാതനധർമ്മം അശ്ലീലമാണ് എന്ന് പറയുന്നതും അതിനെ നശിപ്പിക്കണം എന്നും പറയുന്നതൊക്കെ അജ്ഞാനമാണ്. അതുകൊണ്ടാണ് ശൂദ്രയുഗം എന്ന് പറയുന്നത്. ഭൂരിപക്ഷവും. എന്നാൽ ഇതിൽ ശൂദ്രരല്ലാത്തവരില്ല എന്നല്ല, ഉണ്ട്. അജ്ഞാനികൾ ധാരാളമുണ്ട്. ഭൂരിപക്ഷവും അജ്ഞാനികളാണ്. പഠിച്ചു എന്ന കാരണത്താൽ ജ്ഞാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ വിവേകത്തിനെയാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. വിവേകം, വകതിരിവ്. ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ എന്താണ് എന്ന്
അത് അന്വേഷിച്ച് അതിൻ്റെ തത്വം മനസ്സിലാക്കാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുക. നമ്മുടെ ഓരോ കഥ എടുത്തു നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ താത്വികമായ വശങ്ങളുണ്ട്. ഒരു കാര്യം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രാമായണത്തിലെ ജടായു മരിക്കുമ്പോൾ 64,000 വയസ്സ് പ്രായമുണ്ടെന്ന് പറയും. സാധാരണ ജനങ്ങൾ തള്ളികൾ ഏത് വിഡ്ഢിതം, 64,000 വയസ്സൊക്കെ ഉണ്ടാവും മരിക്കുമ്പോൾ, അതും ഒരു പക്ഷിക്ക്. ഏതായാലും മനുഷ്യൻ്റെ അത്രയൊന്നും ആയുസ് പക്ഷിക്കില്ല എന്ന് പറയും. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. എന്താ കാരണം? നമ്മൾ ജനിച്ച മുതൽ മരിക്കുന്നവരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മുടെ പ്രായമായിട്ട് കണക്കാക്കുന്നത്, അല്ലേ? എന്നാൽ നമുക്ക് അവസാനം ഒരു ലക്ഷ്യമുണ്ട്, നമുക്കറിയില്ല എന്താണെന്ന്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഈ ആത്മാവിൻ്റെ പ്രയാണം ഏകകോശ ജീവി മുതൽ ഇങ്ങനെ ഓരോ ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആത്മാവ് പ്രവേശിച്ച് ജടായു എന്ന അവസ്ഥ വരുന്നവരെയുള്ള കാലഘട്ടത്തിലെയാണ് 64,000 വയസ്സ് എന്ന് പറയുന്നത്. എന്താണ്? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ, ലക്ഷ്മീദേവിയുടെ അവതാരമായിട്ടുള്ള സീത, ജയവിജയന്മാരിൽ ജയന്റെ അവതാരമായിട്ടുള്ള രാവണൻ. അപ്പൊ ഈ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ചെന്ന് തടുത്തിട്ട് മോക്ഷം പ്രാപിക്കുക. രാവണന്റെ കൈകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ മോക്ഷമൊന്നും കിട്ടില്ല. അതിനാണ് ഭഗവാൻ പരമശിവൻ തൻ്റെ വാള് കൊടുത്ത, ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാള് മുമ്പ് കൊടുത്തത്. അതുകൊണ്ട് വെട്ടി, ഭഗവാന്റെ വാള് കൊണ്ട് വെട്ടിയപ്പോൾ അങ്ങനെ ജീവൻ പിന്നെ പരമമായ മോക്ഷമാണ്. അതേപോലെ അപ്പം ഇതാണ് ദൗത്യം, ജടായുവിൻ്റെ ദൗത്യം ഇതാണ്. രാമനെ കണ്ടിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുക, സീതയെ കൊട്ടി പോകുന്ന സമയത്ത് തടുക്കുക, ഇതാണ് ദൗത്യം. ഈ ദൗത്യം കഴിഞ്ഞാൽ പിന്നെ മോക്ഷമാണ്. അപ്പം മോക്ഷത്തിന് തൊട്ട് പിമ്പില്ല അവസ്ഥയാണത്. എന്ന് പറഞ്ഞ മാതിരി നമുക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ഒരാത്മാവ് ശരീരം എടുത്തു കഴിഞ്ഞാൽ അനേകം ശരീരങ്ങളിലൂടെ വന്ന് ഇപ്പോൾ നമുക്ക് നോക്കാച്ചെങ്കിൽ നമുക്ക് ലക്ഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, വർഷങ്ങൾ, നമ്മുടെ ആയുസ്സൊക്കെ. പക്ഷെ നമ്മൾ കണക്കാക്കുന്നത് ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടമാണെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പം അതിനൊരു തത്വമുണ്ട്. കാരണം ഏകകോശ ജീവിയായിട്ട് പിറന്ന് അവിടുന്ന് ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ വന്ന് അവസാനം നമ്മുടെ ലക്ഷ്യം എന്തോ അത് അവസാനം നമ്മൾക്ക് അറിയാം. അവസാനത്തെ ജന്മത്തിൽ ഏകദേശം നമുക്ക് ബോധ്യം വരും. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ മോക്ഷമായിരിക്കും. അതിന് നമ്മുടെ സ്വഭാവം ശുദ്ധിയായിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധിയായിരിക്കണം. അപ്പോഴേക്കും ശുദ്ധമാകും. പിന്നെ മനുഷ്യനായതുകൊണ്ട് ജീവികൾക്ക് പിന്നെ പ്രശ്നമില്ല. കാരണം അവർക്ക് അധർമ്മമില്ല, ധർമ്മമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് അതേ വർഗത്തിൽ പുനർജന്മമില്ല. മനുഷ്യൻ അങ്ങനെയല്ല. ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം വരും. അതുകൊണ്ട് ഈ നൃത്തം ചെയ്യുന്ന മാതിരി 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചാൽ 1 സ്റ്റെപ്പ് പിന്നിൽ, അങ്ങനെയാണ്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു അധർമ്മം ചെയ്യും, അപ്പോൾ പിന്നിലേക്ക് വരും. ഇങ്ങനെ കഴിഞ്ഞ് വന്ന് നമുക്ക് ഈ ഇപ്പം തന്നെ ജടായുവിനേക്കാൾ കൂടുതൽ പ്രായം നമുക്കുണ്ടായിരിക്കും, നമ്മുടെ ആത്മാവിൻ്റെ സഞ്ചാരപഥം നോക്കുകയാണെങ്കിൽ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. മനനം ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇതൊക്കെ നമുക്കുള്ള സൂചനയാണ് ഈ കഥകളിലൂടെയൊക്കെ പറയുന്നത്. കഥ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ഋഷീശ്വരന്മാർ ശ്രദ്ധയുള്ളവനത് മനസ്സിലാവും. എന്താ ശ്രദ്ധ? ഗുരുവിലും ഗുരുവിൻ്റെ വചനങ്ങളിലും ഉള്ള വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇവിടെ ആരാ ഗുരു? ആരാണത് എഴുതിയത്? വാൽമീകിക്ക് ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? രാമായണം നാരദ മഹർഷി. നാരദ മഹർഷിക്ക് ആര് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മാവിന് ആര് പറഞ്ഞു കൊടുത്തു? മഹാവിഷ്ണു ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ഈ ബ്രഹ്മാവ് നാരദർക്കും പരമശിവനും പറഞ്ഞു കൊടുത്തു. പരമശിവൻ അത് പാർവതിയോട് പറഞ്ഞു കൊടുത്തു. അത് അധ്യാത്മരാമായണമായി. നാരദര് അത് വാൽമീകി പറഞ്ഞു കൊടുത്തു. അത് വാൽമീകി രാമായണമായി. ഇത്രയേ വ്യത്യാസമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൊക്കെ ഗുരുക്കന്മാരിൽ എന്ന് പറഞ്ഞാൽ നാരദനിൽ, പരമശിവനിൽ, ബ്രഹ്മാവിൽ, മഹാവിഷ്ണുവിൽ ഒക്കെയുള്ള വിശ്വാസവും അവരിലുള്ള വിശ്വാസവും അവരുടെ വചനങ്ങളിലുള്ള വിശ്വാസവുമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ സത്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. സനാതനധർമ്മം തീർന്നില്ല.
അത് തുടരും. അതങ്ങനെ ഒറ്റ വീഡിയോ കൊണ്ട് തീരുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.